ഗൈസ് ഞാൻ ഇന്ന് ഒരാളെ കണ്ണ് കാണിച്ചു. നില്ല എങ്ങോട്ടാ ചിന്തിച്ച് പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണ് കാണിച്ച വേറെ ആരുമല്ല, ഡോക്ടറിനെ തന്നെ. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ണാണ് ഇപ്പോൾ അല്ല കേട്ടോ. കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയത്. ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചാൽ പേടിക്കല്ലേ. അപ്പോൾ എൻ്റെ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. ചൂടാകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാലും വരാം. പിന്നെ ഐ ടെസ്റ്റ് ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ആളുടെ അടുത്തോട്ടാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ പപ്പയുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഇത്തിരി ലോങ് ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങി. പക്ഷേ എന്നെ പറയാനാണ് പോയത് ട്രാഫിക് ഹാഡ് സം അതർ പ്ലാൻ. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ട്രാഫിക്കിന് ശേഷം നമ്മൾ അവിടെ എത്താറായി. പിന്നെ എൻ്റെ പപ്പയാണ് പറയുന്നത് ആൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളും പുള്ളിയും പിന്നെ കാറും എല്ലാം ഒരു വൈബ്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും എയറിലായിരിക്കും, അതുകൊണ്ട് പിന്നെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും സമയം. അമ്മാതി സ്പീഡിലാണ് പോകുന്നത്. പുള്ളിയുടെ വിചാരം പുള്ളിയുടെ ഇരിക്കുന്നത് ലംബോർഗിനി ആണെന്ന്. ഇത് കാണാൻ നല്ല രസമില്ല, മലയുടെ മണ്ടയിൽ ഒറ്റ വീഡിയോ ഇവിടുത്തെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഒരു കൺട്രി സൈഡ് അങ്ങനെ നമ്മൾ കാടും മലയും ഒക്കെ താണ്ടി അവിടെ എത്താറായി. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഇവിടെയാണുള്ളത്. അങ്ങനെ എന്നെ അകത്ത് കയറ്റി പുള്ളി എൻ്റെ കണ്ണിൽ എന്തൊക്കെയോ തുള്ളി മറ്റം ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം എരിഞ്ഞു പൊട്ടി കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ കണ്ണിൽ എന്തോ കോല് പോലത്തെ സാധനം കുത്തി വെച്ചിട്ട് പറഞ്ഞു കണ്ണടച്ചിരിക്കാൻ. നമ്മൾ വിടുവോ, ഒരു കണ്ണിലല്ലേ വെച്ചിട്ടുള്ളൂ, മറ്റേ കണ്ണ് തുറക്കാന്ന് വെച്ചിട്ട് മറ്റേ കണ്ണ് തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ണിൽ കൂടെ വെള്ളം കൊടുകൂടാ പുള്ളിക്കാരനാണ് ഇത് വെച്ചിട്ട് ഒരു പോക്ക്. പിന്നെ കണ്ടത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ ഈ കാണുന്ന ഏതൊക്കെയോ മെഷീൻ വെച്ചിട്ടാണ് പുള്ളി എൻ്റെ കണ്ണിൽ ടെസ്റ്റ്. മെയിനായിട്ട് എൻ്റെ കണ്ണിൻ്റെ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പറഞ്ഞു എൻ്റെ കണ്ണിൻ്റെ പ്രഷർ എല്ലാം ഇപ്പോൾ നോർമലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണ് ഒന്നുകൂടി ഡീപ്പായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വേറെ അപ്പോയിൻമെന്റ് കൂടി തന്നായിരുന്നു. ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബി പി ഹൈ ആകുമ്പോൾ നമ്മുടെ കാപ്പിലറീസ് പൊട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ചു, ഞങ്ങൾ സ്ഥലം കാലാക്കി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഗൈസ്. നാളെ കാലം കാണുമ്പോൾ വണക്കം, ബൈ ബൈ.